വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൊഴിപ്പകർപ്പുകൾ ഇഡിക്ക് കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും. ഇഡി ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഒരു വശത്ത് SIT അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇഡി ഈ കേസ് എടുക്കുന്നതും നിർണായകമായ പരിശോധനകളിലേക്ക് അടക്കം കടക്കുന്നതും. ഇനി ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവർ എന്താണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഇത് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ ഇഡി? െന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ED ആദ്യം മുതൽ തുടക്കത്തോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലുള്ള എല്ലാവരിലേക്കും ചോദ്യം ചെയ്യൽ കാര്യങ്ങളിലേക്ക് അടക്കം കടക്കുകയാണെങ്കിൽ അത്രയും കാലതാമസം വരും, അത്രയും സമയവും എടുക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ED പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട് മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ടത്. അനാവശ്യമായ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് SIT ഇപ്പോൾ EDയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നാളെ ED ഉദ്യോഗസ്ഥർ ഈഞ്ചക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ എത്തി പ്രത്യേക അന്വേഷണ സംഘവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യമായ മൊഴിപ്പകർപ്പുകൾ ഇവർ പരിശോധിച്ചതിന് ശേഷം ആ പകർപ്പുകളായിരിക്കും ഇവിടെ നിന്ന് വാങ്ങുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് EDയുടെ നീക്കം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ED പലയിടങ്ങളിലും പെട്ടെന്നുള്ളൊരു റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങളും ഒപ്പം ഈ മൊഴിപ്പകർപ്പുകളും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. SITയെ പോലെയല്ല EDയുടെ അന്വേഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ നേടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കൈമാറ്റങ്ങൾ, അതിൻ്റെ ലാഭം ആർക്കൊക്കെ പോയി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ED കാര്യമായി അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരിലേക്കായിരിക്കും അന്വേഷണം കേന്ദ്രീകരിക്കുക. ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളും ഒപ്പം സാമ്പത്തിക ഇടപാടുകളും കൂടുതലായി ചെയ്തിട്ടുള്ളത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ മൊഴിപ്പകർപ്പുകൾ എന്ത് തന്നെയായാലും ED ചോദിച്ചു വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും EDയുടെ അറസ്റ്റിലേക്കും മറ്റും കടക്കാനുള്ള സാധ്യത. വരുന്ന ഫെബ്രുവരി 2-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെയും ഒരു കസ്റ്റഡി, അതായത് 90 ദിവസം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ സ്വാഭാവികമായി ജാമ്യത്തിന് അർഹനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തായിരിക്കണം ചിലപ്പോൾ ED വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിലുള്ള ED കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൻ്റെ കണക്കടക്കം കോടതി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ ആരൊക്കെ തമ്മിലായിരുന്നു, ഒപ്പം ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഒരു സൂചന ലഭിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ ED വഴി SITക്ക് അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് തന്നെയാണെങ്കിലും അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ, അതായത് ആവശ്യമായ എല്ലാ മൊഴിപ്പകർപ്പുകളും SITയുടെ ഭാഗത്തു നിന്നും ലഭ്യമാക്കാനാണ് EDയുടെ നീക്കം. ശ്രീജ. സാരംഗ്, ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൂടി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തന്ത്രി ഒരു ബാങ്കിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപയുടെ കാര്യത്തിലൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. ആ ബാങ്ക് പൊളിഞ്ഞിട്ടും അതിലൊരു പരാതിയുമായി ഈ തന്ത്രി പോയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്, അങ്ങനെ പരാതി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഇതിലൊരു സാമ്പത്തിക വശം കാര്യമായി തന്നെ ഇപ്പോൾ SITയും നോക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ആണ് EDയുടെ ഈ നിർണായകമായ മൊഴിപ്പകർപ്പടക്കം ശേഖരിക്കുന്നത് വരുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും ശ്രീജ, കാരണം ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിൻ്റെ അടക്കം സാധ്യത ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു EDയുടെ അന്വേഷണം ചിലപ്പോൾ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസിയിലേക്ക് മുഴുവൻ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അതും ED പരിശോധിക്കും. മാത്രമല്ല ഈ ഒരു അതായത് മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം SITക്ക് കൂടി ഒരു തരത്തിൽ ഉപകാരപ്പെടും. അതായത് അന്വേഷണത്തിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടവരിലേക്ക്
എത്താനും കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SIT ഇതിൽ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അനാവശ്യമായിട്ടുള്ള നിയമക്കുരുക്കളിലേക്ക് പോകാതെ EDയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വർഷമായി ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസറായി നിലനിന്നിരുന്നു. മാത്രമല്ല തന്ത്രിക്കടക്കം നേരിട്ട് പരിചയമുണ്ടെന്ന് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, ആശയവിനിമയങ്ങൾ നടത്തിയതും കാര്യങ്ങളും മറ്റും SIT അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ, ഭൂമിയടക്കം വാങ്ങിയിട്ടുണ്ടെന്ന സൂചനകൾ വരുന്നു. അതിനുള്ള സാമ്പത്തിക പിൻബലം എവിടെ നിന്നായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വരേണ്ടതുണ്ട്. മാത്രമല്ല ഇത്രയും കിലോ സ്വർണം, അതായത് ഇപ്പോഴത്തെ വിപണി നിലവാരം അനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളപ്പണം അത് എവിടെയൊക്കെ പോയി? മാത്രമല്ല ഇപ്പോൾ വിപണി നിലവാരത്തിനനുസരിച്ച തുകയായിരിക്കില്ല ശബരിമലയിൽ നിന്നും ലഭിച്ച സ്വർണത്തിൽ ലഭിക്കുക. കാരണം പുരാവസ്തു മൂല്യമുള്ള ഒരു ഇത്തരത്തിലുള്ള വലിയൊരു ക്ഷേത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്വർണം അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിന് നിലവിലുള്ള വിലയേക്കാൾ കൂടുതൽ വില, ഇരട്ടി വിലയിൽ അധികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലാഭം ആരൊക്കെ പിൻപറ്റി, അത് ആരുടെയൊക്കെ കയ്യിലേക്ക് എത്തി, ഇതിന് കൃത്യമായി ആരൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന നിർണായകമായ കാര്യങ്ങളിലേക്ക് ED അന്വേഷണവും ഒപ്പം SIT അന്വേഷണവും സമാന്തരമായി എത്താനുള്ളൊരു സാഹചര്യം കൂടി ഇനി വരും ദിവസങ്ങളിലുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഹൈക്കോടതി കേന്ദ്ര ഏജൻസിയെ മുഴുവനായി ഒരു അന്വേഷണത്തിന് ഏൽപ്പിക്കുമോ എന്ന കാര്യവും EDയുടെ അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമായിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. എന്ന് തന്നെയാണെങ്കിലും SIT അന്വേഷണവും പുരോഗമിക്കുന്നു, ഒരു മറുവശത്ത് ED അന്വേഷണവും പുരോഗമിക്കുന്നു. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായവരിലേക്ക് ആരാണ് ആദ്യം എത്തുക, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ആരുടെ ഭാഗത്തു നിന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാവുക എന്ന കാര്യം ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ശ്രീജ, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.